ആ രാമൻ ജനിച്ച മണ്ണിൽ അയോധ്യയിൽ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുവാൻ ഞങ്ങൾ വേണ്ടി വന്നു, ഞങ്ങൾ ഭരണത്തിൽ 10 വർഷം തുടരേണ്ടി വന്നു എന്ന കൃത്യമായി BJP ഓരോരുടെയും മസ്തിഷ്കങ്ങളിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭാവിയിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വളരെ വലിയ നേട്ടം രാഷ്ട്രമെമ്പാടും ഉണ്ടാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. എന്നും ബാബറി മസ്ജിദ് തകർത്ത തർക്കഭൂമിയിൽ രാമക്ഷേത്രം പണിതീർക്കുവാൻ കഴിയുമോ എന്നത് എന്നും ഇവിടുത്തെ ചർച്ചാ വിഷയങ്ങളായിരുന്നു. സുപ്രീം കോടതിയുടെ അനുകൂലമായ വിധിയുണ്ടാകുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങുന്നു സംഘപരിവാർ ശക്തികൾ. അതോടെ രാമക്ഷേത്രം സർക്കാരിന്റെ BJP സർക്കാർ കൂടി ഭാരതം ഭരിക്കുമ്പോൾ, NDA സർക്കാർ കൂടി ഭാരതം ഭരിക്കുമ്പോൾ അതിന്റെ തലപ്പത്ത് നരേന്ദ്രമോദിയെ പോലെ നമുക്കറിയാം. LK അദ്വാനി ഈ പറയപ്പെടുന്ന രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി രഥയാത്ര നടത്തിയപ്പോൾ അദ്വാനിക്കൊപ്പം കൂടിയ അതേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആ രാമക്ഷേത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് വാക്കുകൊടുത്ത അതേ നരേന്ദ്രമോദി പണി തീർത്ത് രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല.